ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ദുഃഖവെള്ളി ദിവസം ആചരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ദുഃഖവെള്ളി ദിവസം വീട്ടിൽ ഒരു നേരം നോക്കുന്ന ദിവസം ആയതുകൊണ്ട് അന്ന് കറികളൊന്നും വെക്കില്ല, അധികം ബഹളമൊന്നും വെക്കാതിരിക്കും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കരുതെന്നൊക്കെ മുതിർന്നവർ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ തലേ ദിവസം തന്നെ, അതായത് പെസഹാവാഴത്തിൻ്റെ അന്ന് തന്നെ വൈകിട്ട് കറികളൊക്കെ വെച്ച് വെക്കും. ഇപ്പോൾ വലിയ കറികളൊന്നും ഇല്ല, സാമ്പാറോ ഉള്ളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് ചെറിയ ചെറിയ കറികളാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കറികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിക്കറി ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ സാമ്പാറാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളി നോൻപൊക്കെ ആയതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാനൊന്നും പാടാതെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കും ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈലിലെ മാങ്ങ വാട്ടിയതാണ്. ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. മാങ്ങ കട്ടി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക. നമ്മൾ മാങ്ങ വാട്ടിയത് ഉണ്ടാക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് സാധാരണയായിട്ട് അരിയുന്നത്, അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കുക. സവാള ഒരെണ്ണം നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് അരിഞ്ഞു വയ്ക്കുക. വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് അത് 1 ടീസ്പൂൺ. അതേപോലെ തന്നെ ചെറിയ ഉള്ളി, അത് നമുക്ക് താളിക്കാനായിട്ടാണ്. ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞു വയ്ക്കുക. പിന്നെ പൊടികൾ പറയാനാണെങ്കിൽ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. ഇവിടെ എൻ്റെ മോനെ എരിവ് അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ എരിവ് കുറച്ചാണ് കറികൾ ഉണ്ടാക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ താളിക്കാനായിട്ട് ഉണക്കമുളക്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാലും 2-ാം പാലും, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് പാൽ എന്നോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. എല്ലാം മനസ്സിലായല്ലോ. നമുക്ക് മാങ്ങ വേണം, പിന്നെ സവാള, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, താളിക്കാനായിട്ട് ഉണക്കമുളക്, കടുക്, ഇതൊക്കെയാണ് വേണ്ടത്. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് സാധാരണ കറികൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ, മാങ്ങ, ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് മാങ്ങയിലേക്ക് പൊടികളും ഉപ്പും സവാളയും എല്ലാം കൂടി ഇട്ട് തിരുമ്മി വയ്ക്കുകയാണ് ഇനിയത്തെ പ്രോസസ്സ്. നമുക്ക് മാങ്ങയൊന്ന് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് തിരുമ്മി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആ സവാളയും പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിരുമ്മി വയ്ക്കാം. മാങ്ങ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പൊടികളും അതുപോലെ ഉപ്പും എല്ലാം മാങ്ങയിൽ നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ കറി വെക്കുമ്പോൾ മാങ്ങ ഒത്തിരി ഉടഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ ടൈം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം.
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഇത്തിരി ചൂടാകാനായിട്ട് താമസം എടുക്കും. അതാണ് ചട്ടി യൂസ് ചെയ്യാനായിട്ടൊരു മടി. ഇപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഉണക്കമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മുളക് ഓൾറെഡി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ഒത്തിരി വരില്ല. അതുപോലെ തന്നെ കറിക്ക് ഒരു ശോഭ കിട്ടാനും ഇങ്ങനെ ഒരല്പം മുളക് പൊടി നമ്മൾ താളിക്കുമ്പോൾ ചേർത്താൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ മാങ്ങ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരല്പസമയം നമുക്കൊന്ന് വേവിക്കാം. നമ്മൾ ഈ രീതിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയൊന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 1-ാം പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-ാം പാൽ ഒഴിക്കാം, അത് കുഴപ്പമില്ല. ഒരല്പം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കിത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ചാറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2-ാം പാൽ കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നല്ല തീയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്.
ഉപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാങ്ങ ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് ഒന്ന് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെ വയ്ക്കാം. 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. നമ്മുടെ മാങ്ങ ഓൾറെഡി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തേങ്ങാപ്പാൽ അത് നന്നായിട്ടൊന്ന് പാകമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. മാങ്ങാക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതായത് മാങ്ങ വാട്ടിയത്, നമ്മുടെ സ്പെഷ്യൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങ വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കുക. ഇത് തണുത്ത ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടോടുകൂടി കഴിച്ചാൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല.